നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 6 ആഴ്ചയോളം മൈനസിൽ ക്ലോസ് ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 6 ദിവസം എടുത്ത ഒരു റാലി കഴിഞ്ഞ വെള്ളിയാഴ്ച നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച 0.84% പ്ലസ്സിലാണ് വീക്ക് തുടങ്ങിയത്. വീക്ക് അവസാനിച്ചത് വേണ്ട 0.85% അന്ന് മൈനസ് ആയിട്ടാണ്. എങ്കിലും നെറ്റ് ഏതാണ്ട് 1% 0.88% പ്ലസ്സിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 2%, സ്മോൾ ക്യാപ്പ് ഏതാണ്ട് 2.5% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി ഈ വരുന്ന ആഴ്ച, ഈ കഴിഞ്ഞ ആഴ്ച തന്നെ അമേരിക്കൻ മാർക്കറ്റ് ഫെഡ് ചെയർമാൻ ജാക്സൺ ഹോൾ സിമ്പോസിയത്തിൽ റേറ്റ് കട്ടിനുള്ള ഒരു ഹോപ്പ് പറഞ്ഞതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം നല്ല രീതിയിൽ 1.5% മുകളിലാണ് ക്ലോസ് ചെയ്തത്. ഇതിന്റെ ഒരു പ്രതിഫലനം ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മാർക്കറ്റിലും തിങ്കളാഴ്ച കാണാനായേക്കാം. അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവായിട്ടാണ് എല്ലാ മാർക്കറ്റുകളും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഡൗ ജോൺസ് എല്ലാം ഓൾ ടൈം ഹൈഡ് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. S&P 500 ഒക്കെ അവിടുന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഓൾ ടൈം ഹൈ വന്നെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ തിരിച്ച് അതുപോലെ തന്നെ കയറുന്നുണ്ട്. നാസ്ഡാക്കും തിരിച്ച് കയറുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിലും ഏതാണ്ട് 1% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. മിക്ക മാർക്കറ്റുകളും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ജപ്പാൻ മാർക്കറ്റ് മൈനസ് ക്ലോസ് ചെയ്തു. ചൈനീസ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവെ മാർക്കറ്റുകളെല്ലാം എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവിലാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് 1000 പോയിന്റോളം താഴെയാണ് ഓൾ ടൈം ഹൈയിൽ നിന്ന് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കയറാനുള്ള പ്രധാനപ്പെട്ട കാര്യം ജാക്സൺ ഹോൾ സിമ്പോസിയത്തിൽ ഫെഡ് ചെയർമാൻ റേറ്റ് കട്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷ പറഞ്ഞതുകൊണ്ടാണ്. അതായത് ഇനിയിപ്പോൾ കട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയി, അടിസ്ഥാനപരമായി പലിശ നിരക്ക് കുറയ്ക്കാനാവുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ വളരെയധികം കുറയുന്നുണ്ട്, ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്. അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ താരിഫ് മൂലമുള്ള വിലക്കയറ്റം ഒക്കെ ഉണ്ടാവും എന്ന തരത്തിൽ തന്നെയാണ് ഫെഡ് ചെയർമാൻ പറഞ്ഞത്. എങ്കിൽ പോലും ഇനി വരുന്ന മാസങ്ങളിൽ റേറ്റ് കട്ടിന് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇതേ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റുകൾ എല്ലാം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. ഒരുപക്ഷെ ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ ഇതിന്റെ റിഫ്ലക്ഷൻ തിങ്കളാഴ്ച കണ്ടേക്കാം. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 27-ാം തീയതി ആണ് താരിഫ് വീണ്ടും നിലവിൽ വരുന്നത്. അമേരിക്കൻ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ റേറ്റ് കട്ടിന്റെ പോസിറ്റീവിനൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 27-ാം തീയതി ആ നെഗറ്റീവ് ഘടകങ്ങളിലൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാണ്. മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പണിങ്ങിന് ശേഷം 25,000 മുകളിലൊക്കെ നിലനിർത്തുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ നിർണായകമാണ്. അപ്പോൾ അത്തരത്തിൽ ട്രേഡിംഗ് പ്ലാൻ ചെയ്യുന്നവർ അത്തരം കാര്യങ്ങളിലൂടെ നോക്കേണ്ടതാണ്. അപ്പോൾ എന്നിട്ട് അത് സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു പക്ഷേ 25,200 അല്ലെങ്കിൽ 25,400 പോകാൻ പോകുന്നു എന്ന് പറയാനാവുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം HSBC PMI ഡേറ്റ വന്നത് വളരെ പോസിറ്റീവാണ്. 65.2 ജൂണില്, ജൂലൈയിൽ 61.1 ആയിരുന്നു. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ട് ഓഗസ്റ്റ് 28-ാം തീയതി. അതുപോലെ GDP ഡേറ്റയുണ്ട്. ഇതുകൂടാതെ തന്നെ 29-ാം തീയതി റിലയൻസിന്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വരുന്ന ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി താരിഫിനെ സംബന്ധിച്ച് കാനഡ അവരുടെ പല റെസിപ്രോക്കൽ താരിഫുകളും വളരെയധികം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ അതുപോലെ സ്റ്റീൽ സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും കുറച്ചിട്ടുണ്ട്. അപ്പോൾ താരിഫ് കാര്യത്തിൽ പല രാജ്യങ്ങളും തമ്മിൽ ഏതാണ്ട് ഒരു സമവായത്തിൽ എത്തുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇതുപോലെ തന്നെ ചില പ്രോഡക്റ്റുകളുടെ കാര്യത്തിലൊക്കെ വീണ്ടും ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. യൂറോസോൺ UK-യിലേക്ക് ഇൻഫ്ലേഷൻ കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി കാര്യമായ ചർച്ചയൊന്നുമില്ല. അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി എന്നുള്ള തരത്തിലുള്ള ഒരു കമന്റും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ട്രംപിന്റെ വിശ്വസ്തൻ തന്നെയാണ് ഇന്ത്യയിലേക്ക് സ്ഥാനപതിയായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. GST റാഷണലൈസേഷൻ ആണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോൾ ഒരു പോസിറ്റീവിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൺസംഷൻ, ഓട്ടോ തുടങ്ങി മിക്ക പ്രോഡക്റ്റുകളും ഒരു വളരെ അവരുടെ പ്രോഫിറ്റ് മാർജിൻ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് ഈ റേറ്റ് GSTയുടെ ഇത് കുറയുന്നതുകൊണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് ഉണ്ട്. ഇപ്പോൾ വന്ന റിസൾട്ടുകൾ പ്രതീക്ഷിച്ചത്രയും ബിലോ എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതിന്റെ ഒരു സെല്ലിങ് നമുക്കിപ്പം മാർക്കറ്റിൽ കാണാം. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ്, അതുപോലെ FIസിന്റെ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിങ് വരുന്നത്, ഈ എമർജിംഗ് മാർക്കറ്റിൽ ഇന്ത്യ അണ്ടർ റേറ്റ് ചെയ്യുന്നതൊക്കെ ഈ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു സെൽ ഓഫിന് പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ വരുന്ന ആഴ്ചകളിൽ മാർക്കറ്റ് ഇതുപോലെ തന്നെ വോളറ്റാലിറ്റി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ചെറിയ ട്രേഡേഴ്സ് വളരെയധികം സൂക്ഷിച്ച് വേണം മാർക്കറ്റിൽ നിൽക്കാൻ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. മാർക്കറ്റ് ഇപ്പോൾ 50-യുടെ മൂവിംഗ് ആവറേജിന് മുകളിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ബുള്ളിഷ് ആണെന്നുള്ള ഒരു രീതിയിലായിരിക്കാം. കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ സെബി ഫോറിൻ F&Oയിൽ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മാക്സ് ഹെൽത്തും ഇൻഡിഗോയും നിഫ്റ്റിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരം സ്റ്റോക്കുകളിലൂടെ നമ്മൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അപ്പം അടുത്ത ആഴ്ച ഒരുപാട് ഡേറ്റകളൊന്നുമില്ല, പക്ഷേ വരുന്ന ഡേറ്റകളെല്ലാം മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഡേറ്റകളാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും വരുന്ന ആഴ്ച നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.